ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ഇന്ത്യയും യൂറോപ്പിലെ 27 രാജ്യങ്ങൾ ചേർന്ന യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു പുതിയ കച്ചവട കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വലിയ കാര്യമായി തോന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ തൊഴിൽ മേഖലയിലും വിപണിയിലും ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് വിൽക്കുന്നതും അവിടുത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നതും ഇനി വളരെ എളുപ്പമാകും. എന്താണ് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം? ഈ കരാറിലെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം എന്നത്. ഇതിനർത്ഥം ഇന്ത്യയും യൂറോപ്പും തമ്മിൽ കച്ചവടം നടത്തുമ്പോൾ പരസ്പരം വിവേചനം കാണിക്കില്ല എന്നാണ്. അടുത്ത 5 വർഷത്തേക്ക് യൂറോപ്പിലേക്ക് നമ്മൾ സാധനങ്ങൾ അയക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ മുൻഗണനയും കുറഞ്ഞ നികുതിയും ഇന്ത്യക്ക് ലഭിക്കും. അതായത് ജർമ്മനിയിലോ ഫ്രാൻസിലോ ഉള്ള ഒരാൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമെന്നാണ്. ഇത് നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയാണ്. സാധാരണക്കാരന് എന്ത് ഗുണം? ഇതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളതെന്ന് ചോദിച്ചാൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായി പുതിയ ജോലി സാധ്യതകൾ. നമ്മുടെ നാട്ടിലെ തുണിത്തരങ്ങൾ, ചെരുപ്പുകൾ, യന്ത്രഭാഗങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ ഡിമാൻഡ് കൂടുമ്പോൾ ഇവിടെ കൂടുതൽ കമ്പനികൾ വരും. ഇത് ആയിരക്കണക്കിന് യുവാക്കൾക്ക് പുതിയ ജോലിയാണ് നൽകാൻ പോകുന്നത്. രണ്ടാമതായി ഡിജിറ്റൽ വ്യാപാരമാണ്. ഇന്ന് നമ്മൾ പലതും ഓൺലൈൻ വഴിയാണ് വാങ്ങുന്നത്. പുതിയ കരാർ പ്രകാരം ഓൺലൈൻ ബിസിനസ്സുകൾക്കുള്ള തടസ്സങ്ങൾ മാറുകയാണ്. ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾക്കും ഡിജിറ്റൽ കരാറുകൾക്കും പൂർണ്ണ നിയമസാധുത ലഭിക്കാൻ പോവുകയാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാകും. മൂന്നാമതായി കുറഞ്ഞ വില. കസ്റ്റംസ് നികുതിയിൽ കുറയുന്നതോടെ വിദേശത്ത് നിന്നുള്ള നല്ല ഗുണനിലവാരമുള്ള പല സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകാൻ പോവുകയാണ്. നമ്മുടെ കർഷകരുടെ സുരക്ഷ പലർക്കും ഒരു പേടിയുണ്ടാകാം. വിദേശത്ത് നിന്ന് വില കുറഞ്ഞ സാധനങ്ങൾ വന്നാൽ നമ്മുടെ കർഷകർക്ക് എന്ത് സംഭവിക്കുമെന്ന്. എന്നാൽ ഇന്ത്യ ഇവിടെ കടുത്ത തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി അരി, പഞ്ചസാര, പാലുൽപ്പന്നങ്ങൾ, സോയ, ബീഫ് എന്നിവയെ ഈ കരാറിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതായത് ഇവയുടെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരമുണ്ടാകില്ല. നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ കരാർ മുന്നോട്ട് പോകുന്നത്. ഈ കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം നമ്മുടെ കയറ്റുമതി മേഖലയ്ക്ക് ലഭിക്കാൻ പോകുന്ന വമ്പൻ കുതിപ്പാണ്. നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് അയക്കുമ്പോൾ വലിയ തോതിലുള്ള ഇറക്കുമതി നികുതികൾ നൽകേണ്ടി വന്നിരുന്നു. എന്നാൽ പുതിയ ഇളവുകൾ വരുന്നതോടെ നമ്മുടെ നാട്ടിലെ തുണിത്തരങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, തൂകൽ നിർമ്മിത വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിലെ വിപണികളിൽ വൻ ഡിമാൻഡ് ഉണ്ടാകും. ചൈനയെ പോലുള്ള രാജ്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വിപണി പിടിക്കുമ്പോൾ ഇന്ത്യക്ക് അത്തരം രാജ്യങ്ങളോട് കിടപിടിക്കാനുള്ള വലിയൊരു ആയുധമായി ഈ കരാർ മാറാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും അവ ലോകമെമ്പാടും എത്തിക്കാനും ഇത് വഴി തുറക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലത്ത് വ്യാപാരം വെറും ചരക്കു നീക്കത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നത് ഇന്ത്യക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഡിജിറ്റൽ വ്യാപാരത്തിന് ഈ കരാറിൽ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇലക്ട്രോണിക് കരാറുകൾക്കും ഡിജിറ്റൽ ഒപ്പുകൾക്കും നിയമസാധുത നൽകുന്നതിലൂടെ IT സേവന രംഗത്ത് ഇന്ത്യയുടെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കപ്പെടുകയാണ്. യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിലെ IT വിദഗ്ധരുടെ സേവനം തേടുന്നത് ഇനി മുൻപത്തേക്കാൾ എളുപ്പമാകും. ഇത് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് IT പ്രൊഫഷണലുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശ വിപണികളിലേക്ക് തങ്ങളുടെ സേവനം വ്യാപിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ലായ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഒട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നത് ഈ കരാറിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. വിദേശത്ത് നിന്ന് വില കുറഞ്ഞ കാർഷിക ഉൽപ്പന്നങ്ങൾ വന്ന് നമ്മുടെ കർഷകരെ പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്കയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. കാരണം അരി, പഞ്ചസാര, പാലുൽപ്പന്നങ്ങൾ, സോയാ, ബീഫ് തുടങ്ങിയ അതീവ ജാഗ്രത വേണ്ട മേഖലകളെ ഈ കരാറിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ കർഷകർക്ക് ലഭിക്കുന്ന സുരക്ഷാ കവചത്തിന് ഒരു പോറലും ഏൽക്കാതെ തന്നെയാണ് വിദേശ നിക്ഷേപവും വ്യാപാരവും ഇന്ത്യ ഉറപ്പാക്കിയിരിക്കുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര ഗുണനിലവാരം ഉറപ്പാക്കാനും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലോക നിലവാരത്തിലേക്ക് ഉയർത്താനും ഈ കരാർ പ്രോത്സാഹനം നൽകുകയാണ്. പരിസ്ഥിതി സംരക്ഷണവും സാമ്പത്തിക വളർച്ചയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഉടമ്പടി. ഹരിതഗൃഹവാതക പുറന്തള്ളൽ കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായവും സാങ്കേതിക വിദ്യയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് സോളാർ എനർജി, ഇലക്ട്രിക് വാഹനങ്ങൾ, മറ്റ് പുനരുപയോഗ ഊർജ പദ്ധതികൾ എന്നിവയിലേക്ക്
കൂടുതൽ വിദേശ നിക്ഷേപം എത്താൻ കാരണമാവുകയാണ്. ഭാരതം ഒരു ഗ്രീൻ എക്കണോമിയായി മാറുന്ന പ്രക്രിയയ്ക്ക് ഇത് വേഗത കൂട്ടും. പരിസ്ഥിതി സൗഹൃദമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ യൂറോപ്പും ഇന്ത്യയും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നത് വരും തലമുറയ്ക്ക് വലിയ ഗുണകരമാകും. കസ്റ്റംസ് നടപടികൾ ലളിതമാക്കുന്നത് വഴി ചരക്കു നീക്കത്തിലെ കാലതാമസം ഒഴിവാക്കാൻ സാധിക്കുമെന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും ദിവസങ്ങളോളം ചരക്കുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാകുന്നതോടെ ബിസിനസ് ചെയ്യാനുള്ള ചിലവും കുറയും. ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്കപ്പുറം പുതിയ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഏർപ്പെടുത്തില്ലെന്ന് ഇരുപക്ഷവും ഉറപ്പു നൽകുന്നത് വ്യാപാരികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയുടെ GDP വളർച്ചയിൽ വലിയൊരു ശതമാനം വർധനവ് പ്രതീക്ഷിക്കാം. ഒരു വശത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ മറുവശത്ത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ഗുണനിലവാരമുള്ള വിദേശ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാനും ഇത് കാരണമാവുകയാണ്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ പുതിയ വ്യാപാര പാലം വരും ദശകങ്ങളിൽ ലോക സാമ്പത്തിക ക്രമത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം ഒന്നാമതെത്തിക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പാണ്. ആരോഗ്യ മേഖലയിലും ഈ കരാർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്ത്യയെ ലോകത്തിന്റെ മരുന്നുകട എന്നാണ് വിളിക്കുന്നത്. ഈ കരാർ വഴി ഇന്ത്യൻ നിർമ്മിത മരുന്നുകൾക്കും വാക്സിനുകൾക്കും യൂറോപ്പിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കും. ഇത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് വലിയ ലാഭമുണ്ടാക്കുമെന്ന് മാത്രമല്ല, യൂറോപ്പിലെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച മരുന്നുകൾ ലഭ്യമാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ യൂറോപ്പിലെ നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലെ ആശുപത്രികളിലേക്ക് കുറഞ്ഞ ചിലവിൽ എത്തുന്നതോടെ നമ്മുടെ ആരോഗ്യ പരിപാലന രംഗവും മെച്ചപ്പെടാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ കാര്യങ്ങൾ കേവലം ഒരു സാമ്പത്തിക ഉടമ്പടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ലോകവേദിയിൽ ഇന്ത്യയുടെ ശബ്ദം എത്രത്തോളം ശക്തമായി കൊണ്ടിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ അടയാളമാണ്. പണ്ട് വിദേശ വിപണിയിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ നമ്മൾ ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങൾ ഭാരതത്തെ ഒരു തുല്യ പങ്കാളിയായി കാണുന്നു എന്നതും നമ്മുടെ വിപണിയുടെ കരുത്ത് അംഗീകരിക്കുന്നു എന്നതും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഈ കരാർ കേവലം വലിയ വ്യവസായികൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് തന്റെ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ നെയ്ത്തുകാരനും പുതിയ ആശയങ്ങളുമായി വരുന്ന ഒരു യുവ സംരംഭകനും മികച്ച തൊഴിൽ സ്വപ്നം കാണുന്ന ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ പാരമ്പര്യത്തെയും കർഷകരുടെ താല്പര്യങ്ങളെയും ഒരു പോറലും ഏൽക്കാതെ സംരക്ഷിച്ചുകൊണ്ടുവന്നേ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തോട് മത്സരിക്കാൻ ഈ കരാർ നമ്മെ പ്രാപ്തരാക്കും. ഹരിത ഊർജത്തിലേക്കുള്ള നമ്മുടെ മാറ്റവും ഡിജിറ്റൽ രംഗത്തെ പുതിയ കുതിപ്പും യൂറോപ്പിനെ പോലുള്ള ഒരു വൻ ശക്തിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമ്പോൾ അത് ഇന്ത്യ ഒരു ആഗോള നിർമ്മാണ ഹബ്ബായി മാറ്റുക തന്നെ ചെയ്യും. വരും ദശകങ്ങളിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറാൻ പോകുന്ന ഇത്തരം കരാറുകൾ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം പകുതിയോളം കുറയ്ക്കുമെന്നതിൽ തർക്കമില്ല. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ പുതിയ സൗഹൃദ വ്യാപാര പാലം വരും തലമുറയ്ക്ക് മുന്നിൽ വലിയൊരു അവസരത്തിന്റെ ലോകമാണ് തുറന്നിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.